അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം ഈ ഒരു ചെറിയ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് അത് നടന്നു കിട്ടി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അള്ളാഹുവിനെ മാത്രം നിലനിർത്തി ഈ ഒരു സൂറത്ത് ഓതിയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ഞാൻ വിചാരിച്ചതേയില്ല എനിക്ക് എൻ്റെ ഈ ആഗ്രഹം നടന്നു കിട്ടുമെന്ന്. ഓതി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ ചെല്ലുന്നിടം വരെ ഞാനിത് മനസ്സിൽ ഓതിക്കൊണ്ടേയിരുന്നു. ഇൻഷാ അള്ളാ വളരെ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ ആ ആഗ്രഹം സാധിച്ചു കിട്ടുക തന്നെ ചെയ്തു. ഈ ഒരു സൂറത്തിന് ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണുള്ളത്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ ഒരു സൂറത്ത് നമ്മൾ വീട്ടിൽ നിന്ന് എന്താവശ്യങ്ങൾക്ക് പുറത്ത് പോകുന്നവരായാലും ഇത് ഓതാവുന്നതാണ്. ഇപ്പോൾ എക്സാമിന് പോകുന്നവരുണ്ട്, ജോലിക്ക് വേണ്ടി ജോലി നോക്കി എന്തെങ്കിലും ഇന്റർവ്യൂവിന് പോകുന്നവര്, ഇനി എന്തുമായിക്കോട്ടെ, എന്താവശ്യങ്ങൾക്കായിക്കോട്ടെ, ഈ ഒരു ചെറിയ സൂറത്ത് ഓതി പോവുകയാണ് എങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ പോലും വിചാരിക്കാതെ അവരുടെ ആ ആഗ്രഹം സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും. ഈ ഒരു സൂറത്ത് ഒരു ദിവസം ഒരു പ്രാവശ്യം ഒരാളുടെ ജീവിതത്തിൽ ഈ സൂറത്ത് ഓതിയിട്ടില്ല എങ്കിൽ വളരെ വളരെ നഷ്ടമാണ് അവർക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു മാർഗം കൂടിയാണ് ഈ വെറും ചെറിയ ഈ സൂറത്ത്. ഈ സൂറത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആരെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച ദിവസം ഈ സൂറത്തിനെ 1000 പ്രാവശ്യം ഓതുകയാണ് എങ്കിൽ ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാതെ മരിക്കുകയില്ല. ഈ ഒരു കാര്യത്തോടു കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സൂറത്തിന് എത്ര എത്ര വലിയ മഹത്വമാണ് ഉള്ളത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത് അത്ര ചെറിയ നിസ്സാരപ്പെട്ട കാര്യം അല്ല. അത്രയ്ക്ക് നമ്മൾ അത്രയും ഓതി 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 ഈ ഒരു സൂറത്ത് ഒരുപാട് ഓതിയെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. നമ്മുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണെങ്കിൽ കടം കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല. മക്കളുടെ വിദ്യാഭ്യാസം എങ്ങനെ നീങ്ങും, വീട് പണി എങ്ങനെ പൂർത്തിയാകും, ലോണ്, അങ്ങനെ ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾ, അങ്ങനെ എന്ത് ബുദ്ധിമുട്ടുകളും ആയിക്കോട്ടെ, അതെല്ലാം ഈ ഒരു ചെറിയ സൂറത്ത് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ അത് നടന്നു കിട്ടും. ഹൈറായിട്ടുള്ളത് ആണ് എങ്കിൽ മാത്രം. നമ്മുടെ വീട്ടിലൊക്കെ ശൈത്താന്റെ ശല്യം, ഉപദ്രവവും ഒക്കെ നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട് എങ്കിൽ ഈ ഒരു ചെറിയ സൂറത്ത് സുബഹി നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമോ ഓതുക. ഈ ഒരു സൂറത്ത് ആരെങ്കിലും സുബഹി നമസ്കാരത്തിന് ശേഷം 7 പ്രാവശ്യം ഓതുകയാണെങ്കിൽ അവന്റെ സകല പ്രശ്നങ്ങളും അള്ളാഹു നോക്കിക്കോളും. അവനിലേക്ക് അള്ളാഹു കണ്ണ് തുറക്കുക തന്നെ ചെയ്യും. പിന്നെ ആരെങ്കിലും വുളൂഇന് ശേഷം ഈ സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല നീക്കിക്കളയുന്നതാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഈ ഒരു ചെറിയ ഒരു സൂറത്തിന്. അതുകൊണ്ട് എല്ലാവരും ഈ സൂറത്തിനെ കൈവിടാതെ മുറുകെ പിടിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും നീക്കി വിടുന്നതാണ്. പിന്നീട് ആരെങ്കിലും ഈ സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ അവന്റെ നാവിൽ നിന്ന് ഒരിക്കലും ഒരു ദുഷിച്ച സംസാരമോ ഒരു ഒരു കള്ളം പറയാൻ ഒന്നും തോന്നുക പോലുമില്ല. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടുന്നതാണ് ഈ ഒരു ചെറിയ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട്. ഇനി ആ സൂറത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഖദർ. വളരെ വളരെ ചെറിയ ഒരു സൂറത്താണ്. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റിയ ഒരു സൂറത്തുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും ഈ ഒരു ചെറിയ സൂറത്ത് കൊണ്ട് നീങ്ങി കിട്ടുന്നതുമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ സൂറത്തിനെ മുറുകെ തന്നെ പിടിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറി കിട്ടുന്നതാണ്. പിന്നീട് ഞാൻ ഇത് പറഞ്ഞത് കൊണ്ട് ചെയ്ത് നോക്കിയേക്കാം. ഇത് എനിക്കും സാധിച്ചാലും ഇവർ പറഞ്ഞതല്ല. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നുകയാണ് എങ്കിൽ നിങ്ങൾ ഇത് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് മനസ്സിൽ ഒരു ദൃഢമായ വിശ്വാസമാണ്. അല്ലാതെ ഇവർ ചെയ്ത് ഇവർക്ക് കിട്ടും, അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ കിട്ടിയാലും എന്നൊരു മനസ്സിലൊരു ഉദ്ദേശം കൊണ്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഞാനിത് ചെയ്താൽ എനിക്ക് എൻ്റെ അല്ലാഹു സുബ്ഹാനഹു തആല തരും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ടിത് ചെയ്യാനിരിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് ചെയ്തു പോയ തെറ്റുകളൊക്കെ ഏറ്റുപറയുക. പാപമോചനത്തിന് വേണ്ടി തേടുക. ഇൻഷാ അള്ളാഹ് ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ നിങ്ങൾക്കത് സാധിച്ചു തരുക തന്നെ ചെയ്യും. ഇൻഷാ അള്ളാഹ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു തആല സാധിച്ചു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.